മീഡിയാസിലേക്ക് സ്വാഗതം. എന്താണ് ഭ്രമയുഗം? ഇത് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി 5 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ ധാരണകളുണ്ട്. അത് എന്ത്, എങ്ങനെ എന്നുള്ളതൊക്കെ സിനിമ റിലീസാകുമ്പോൾ കാണാം. ചിലരെ നിരാശപ്പെടുത്തും, ചിലരെ വളരെയധികം സന്തോഷപ്പെടും. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം, ഇതിൻ്റെ മേക്ക് ഗംഭീരമാണ്. പക്ഷേ ഈ സിനിമ എന്താണ് എന്നുള്ളത് അതിൻ്റെ ഡയറക്ടർ തന്നെ നമ്മളെ അറിയിക്കുകയാണ്. അതിലേക്കൊന്ന് കടന്നു ചെല്ലാം, അതൊന്ന് കേൾക്കാം. ഭൂതകാലം ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിലിം, ബട്ട് അതിന്റെ അത് കണ്ടവര് ഇതും ഈ ഭ്രമയുഗം മേ ബി ഇതും കൂടുതൽ പേടിപ്പിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ നോവൽ. ഇറ്റ്സ് നോട്ട് എ പാരനോർമൽ ഇറ്റ്സ് മോർ ഓഫ് മിസ്റ്ററി സസ്പെൻസിലൊക്കെ നിൽക്കുന്ന ആ സ്പേസിൽ നിൽക്കുന്ന ഒരു ഫിലിം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അപ്പം അതാണ് നമ്മുടെ ഡയറക്ടറിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലരൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഇത് പേടിപ്പിക്കുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഭൂതകാലം പോലെ പേടിപ്പിക്കുക എന്ന ഇൻറ്റൻഷൻ ഭ്രമയുഗത്തിനില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൊറർ. അതായത് പേടിപ്പെടുത്തുന്ന മറ്റൊരു രീതിയിലുള്ളതാണ്. ഇതൊരു ഫിക്ഷണൽ മൂവിയാണ് എന്നുള്ളത്, സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് പറയുന്നു. കത്തനാറിലെ കുഞ്ചമൻ പോറ്റിയുമായി യാതൊരു ബന്ധവും ഈ കഥാപാത്രത്തിന് ഇല്ല എന്ന് രാഹുൽ സദാശിവൻ കൃത്യമായി പറയുന്നു. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അതിലെ ഒരു പേര് കണ്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഐതിഹ്യമാലയിലെ കുഞ്ചമൻ പോറ്റിയുമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും അതൊന്നുമല്ല. എന്താണെങ്കിലും എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കാര്യം. അതിനിടയിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, മമ്മൂക്കയെ എങ്ങനെയാണ് ഈ ഒരു കഥ കൺവിൻസ് ചെയ്തത് എന്ന് രാഹുൽ സദാശിവനോട് ചോദിക്കുമ്പോൾ ഞാൻ കഥ പറയുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ന് പറയുന്നു. 1, ഇറ്റ്സ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എന്നുള്ളത്. 2, പീരീഡ് സെറ്റിങ്സ് ആണെന്ന് പറയുന്നു. 3, യുണീക്ക് ക്യാരക്ടർ. ഈ 3 കാര്യങ്ങളിലൂടെ തന്നെയാണ് മമ്മൂട്ടിയിലേക്ക് ഈ സിനിമ എത്തിയത്. നമുക്കറിയാം, ഏറെ വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും വളരെ സിമ്പിളായിട്ട് പൂപ്പറിക്കുന്ന ഈസിയോടെ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടും. ഈ മലയാളത്തിൽ ഇത്രയും സിമ്പിളായിട്ട് ഡേറ്റ് കിട്ടാൻ വേറെ ഒരു നടനുമില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിനിമ, ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും. അവിടെ കാശും കാര്യങ്ങളുമൊന്നും പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ രാഹുൽ സദാശിവൻ ഒരു പ്രോമിസിങ് ഡയറക്ടർ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ വരുമ്പോൾ സാധാരണ മണ്ടത്തരങ്ങൾ പോലെ പല മണ്ടൻ ഫാൻസുകൾ വിളിച്ചു പറയുന്ന പോലെ 100ഉം 500ഉം കോടികളുടെ സിനിമയല്ല ഈ വരുന്നത്. ഇത് 100 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ കയറുന്ന സിനിമകളാണെന്ന് അഹങ്കാരത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന സിനിമ തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ്, നിമിഷങ്ങൾ എണ്ണി, മണിക്കൂറുകൾ എണ്ണി. എന്താണേലും 5-ാം ദിവസം ഇവിടെ അവതരിക്കുന്നത് ഭ്രമയുഗം തന്നെയായിരിക്കും. നമ്മളെ ഭ്രമിപ്പിക്കുന്ന സിനിമയായിട്ട് തന്നെ വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.